പാക് അധീന കശ്മീരിൽ 15 ഭീകര ക്യാമ്പുകൾ 90 ദിവസത്തിനകം പാകിസ്ഥാൻ പുനർനിർമ്മിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴിതാ ഇന്ത്യൻ സർക്കാരിൻ്റെ പുതിയ ഒരു നീക്കം ഇപ്പോൾ ലഭിക്കുകയാണ്. ജമ്മു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ CRPFന് ബിഗ് ബ്രദർ റോൾ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. 2 കോബ്ര യൂണിറ്റുകളും 25ലധികം കമ്പനികളെയും അവിടേക്ക് വിന്യസിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജമ്മു മേഖലയിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര റിസർവ് പോലീസ് സേന അതായത് CRPF ഒരു ബിഗ് ബ്രദർ റോളിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. പോരാത്തതിന് അന്താരാഷ്ട്ര അതിർത്തിയിലെ ഉൾപ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ അവർ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി സാംബ, കഥുവ, ഉധംപൂർ തുടങ്ങിയ പ്രധാന ജില്ലകളിലായി 25ലധികം കമ്പനി CRPFനെ വിന്യസിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തന മേഖലയിൽ എലൈറ്റ് കോബ്ര കമാൻഡോകളെയും വിന്യസിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പാക് അധീന കശ്മീരിൽ ഇന്ത്യൻ അതിർത്തിയിൽ 15 ഭീകര ക്യാമ്പുകൾ അവിടെ വലിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ടുള്ള ജാഗ്രതയും തുടങ്ങിക്കഴിഞ്ഞു. അതിർത്തി കടന്നൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഏത് നിമിഷവും തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാനായി സാധിക്കും. അതിർത്തി കടന്ന് ഭീകരരെത്തിയാൽ അവിടെ കൊന്നുതള്ളാനുള്ള കോബ്ര യൂണിറ്റുകളെയും CRPFന് വലിയ രീതിയിലുള്ള ചുമതലകളും കൊടുത്തുകൊണ്ട് അവിടെ വനപ്രദേശങ്ങളിലടക്കം വനത്തിനകത്തു പോലുമുള്ള വലിയ സുരക്ഷയാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എലൈറ്റ് കോബ്ര കമാൻഡോകളെ വിന്യസിക്കുന്നതിലൂടെ സാഹചര്യം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ നമ്മുടെ ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തന മേഖലകളിൽ എലൈറ്റ് കോബ്ര കമാൻഡോകളെയും വിന്യസിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജമ്മുവിലെ കത്വ, ഉധംപൂർ ജില്ലകളിൽ കോബ്രയുടെ അതായത് കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ 2 യൂണിറ്റുകളാണ് വിന്യസിക്കുന്നത്. ജമ്മു മേഖലയിൽ ഇത്രയും വലിയ സംഖ്യയിൽ കോബ്ര കമാൻഡോകളെ വിന്യസിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. കത്വ, ഉധംപൂർ എന്നീ ഇരട്ട ജില്ലകളിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി വികസിച്ച സാഹചര്യങ്ങൾക്കും ഇത്തരം ശത്രുതാപരമായ ഭീഷണികൾക്കും അവർ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പുനർവിന്യാസത്തിൽ CRPF, ജമ്മു ആൻഡ് കശ്മീർ പോലീസ്, ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രത്യേക സേന എന്നിവ തമ്മിൽ അടുത്ത ഏകോപനം ഉണ്ടാകും. 2000ങ്ങളുടെ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്ന തന്ത്രം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് സുരക്ഷ നിലനിർത്തുന്നതിനും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നതിനും ഉയരത്തിലുള്ള ഭൂപ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും CRPF ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കത്വയിൽ CRPF ചുമതല ഏറ്റിരിക്കുന്നുവെന്നും മനസ്സിലാവും നമുക്ക്. ഉന്നത തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ അത് നടപ്പാക്കലിൻ്റെ ഘട്ടത്തിലാണെന്നും ഇപ്പോൾ CRPF അറിയിക്കുന്നു. നേരത്തെ കത്വയിലും ഉധംപൂരിലും തീവ്രവാദികൾ വീണ്ടും ഉയർന്നു വന്നതിന് ശേഷം തീവ്രവാദ കുതിച്ചുചാട്ടത്തെ ചെറുക്കുന്നതിനായി 2 ആർമി ബ്രിഗേഡുകളെ കത്വയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ തന്ത്രം മാറ്റി സെൻട്രൽ റിസർവ് പോലീസ് സേനയായിരിക്കും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. ഈ മേഖലയിൽ സംഭവിക്കുന്ന മാറ്റത്തിനായുള്ള പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ത്യൻ സൈന്യം നിർണായക പങ്ക് വഹിച്ചു, CRPF ഉന്നതികൾ കീഴടക്കി എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത്. ആദ്യം പ്രതികരിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ വിന്യസിക്കാനുള്ള തീരുമാനമെടുത്തത് സൈന്യത്തിൻ്റെ സൈനികർ എപ്പോഴും പോരാട്ടത്തിലാണ്. അതേസമയം പ്രദേശത്തിൻ്റെ CRPF വിന്യാസത്തിന് വിശദമായ ഒരു കർമ്മ പദ്ധതി ആവശ്യമായിരുന്നു. അത് കാലക്രമേണ തയ്യാറാക്കി ഇപ്പോൾ നടപ്പാക്കൽ രീതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രവർത്തനങ്ങളിൽ CRPFനെ സഹായിക്കാൻ പ്രത്യേക സേനയും ജമ്മു കശ്മീർ പോലീസും ഏത് സമയവും ഉണ്ടാകുമെന്നുള്ളതും ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും നോക്കാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിനുള്ള ഒരു സൈന്യത്തിനെയും CRPFനെയും കോബ്ര യൂണിറ്റിനെയും ജമ്മു കശ്മീർ പോലീസിനെയും എല്ലാമാണ് ഇപ്പോൾ അവിടെ സജ്ജമാക്കി നമ്മുടെ കേന്ദ്ര സർക്കാർ നിർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.